കുടുംബശ്രീ മിഷൻ്റെ ദേശീയ സരസ് മേളയുടെ ഭാഗമായി ഇവിടെ നടത്തപ്പെടുന്ന വിവിധങ്ങളായ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനവും ഒപ്പം ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച് സ്ത്രീകൾ കുടുംബശ്രീ എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരം കൂട്ടായ്മകളിലൂടെ അവർക്കുണ്ടായിട്ടുള്ള സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായ ചിന്താപരവുമായ ശാക്തീകരണത്തിൻ്റെ ചില സ്റ്റോളുകളും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒത്തുകൂടാനും വിവിധ സംസ്ഥാനങ്ങളിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പരിചയപ്പെടുന്നതിനും ഭാവിയിൽ കൂടുതൽ നീതിപൂർവകമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കുന്നതിനുമുള്ള ഒരു സംരംഭമാണ്, ഒരു മഹത്തായ മേളയാണ് നടക്കുന്നത്. ഈ മേളയിൽ ഇന്നത്തെ സെമിനാർ സ്ത്രീ ശാക്തീകരണവും സാമൂഹ്യ നീതിയും എന്ന സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയയായ പ്രിയപ്പെട്ട എഴുത്തുകാരി, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, അത് ഞാൻ പിന്നെ പറയാം, ശ്രീമതി KR മീര അവർകൾ ഇവിടെ സംസാരിക്കുന്ന ആദരണീയരായ ഡോക്ടർ R രേണുക, ഡോക്ടർ S അജയകുമാർ, ശ്രീമതി ഹേമലത മോഹൻ, ശ്രീമതി മേഘ സുധീർ, ശ്രീമതി KR രാധാഭായ്, ശ്രീമതി രാജശ്രീ TR, ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷ ശ്രീമതി വത്സല മോഹൻ ടീച്ചർ, ശ്രീമതി ആതിര ബാനു, വേദിയിലുള്ള മറ്റ് വിശിഷ്ടരെ, കുടുംബശ്രീയുടെ ഔപചാരികമായ ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരെ, സ്നേഹമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, പുസ്തകപ്രേമികളെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കിട്ടുന്ന അവസരം ഏതാണ്ട് കരയിൽ കിടക്കുന്ന മത്സ്യത്തെ വെള്ളത്തിലിട്ട് ഇടുമ്പോൾ കിട്ടുന്ന ഒരു ആഹ്ലാദവും ഒരു ആത്മവിശ്വാസവും സന്തോഷവും ആത്മാഭിമാനവും ഒക്കെയാണ്. പ്രത്യേകിച്ച് തീർത്താൽ അല്ലെങ്കിൽ പറഞ്ഞാൽ തീരാത്തത്രയ്ക്ക് പറയാനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ നമ്മുടെ പറച്ചിലുകൾ ചിലർക്ക് അലോസരമുണ്ടാക്കിയേക്കാം, കുഴപ്പമില്ല. അത് നമ്മൾ പറഞ്ഞപ്പോൾ മാത്രമല്ല അസ്വസ്ഥത ഉണ്ടാകുന്നത്, മറിച്ച് മനുഷ്യ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ പുരോഗതിയിൽ അത്തരം പുരോഗതികൾ മനുഷ്യർ നേടിയപ്പോൾ ഒക്കെ ചില വിഭാഗത്തിന് അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം അസ്വസ്ഥതകൾ ഉണ്ടാകുകയും അതിനോട് താദാത്മ്യം പ്രാപിക്കുകയും അതിനെ മറികടക്കുകയും എല്ലാം ഒരുമിച്ച് ഇത്തരം എല്ലാ മനുഷ്യരും, അതിനോട് പ്രതികരിച്ചവരും പ്രതിഷേധിച്ചവരും ഒക്കെ ആയിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രിയപ്പെട്ട എഴുത്തുകാരി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഇങ്ങനെ നിരന്ന് ഒരുപാട് സ്ത്രീകൾ, ഒപ്പം പ്രിയപ്പെട്ട ഡോക്ടർ S അജയകുമാർ സാർ ഉൾപ്പെടെ ഞങ്ങളിങ്ങനെ ഭൂരിഭാഗം സ്ത്രീകൾ ഇങ്ങനെ നിരന്നിരിക്കാനുള്ള ഒരവസരവും ഉണ്ടാക്കി തന്നത് നമ്മുടെ ഈ പടയോട്ടത്തിൻ്റെ, ഈ കുതിപ്പിൻ്റെ, ഈ പ്രതികരണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് ഇനിയും തുടരേണ്ടതുണ്ട്. ഞങ്ങളിവിടെ കടന്നു വന്നപ്പോൾ ധാരാളം സ്റ്റോളുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെയും വിവിധ ജില്ലകളിൽ നിന്നൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കരകൗശലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾ, സവിശേഷമായ ഉൽപ്പന്നങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നു
അത്തരം ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും അതിലേർപ്പെട്ടിട്ടുള്ള തൊഴിലിലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലും ആ വരുമാനം ഉപയോഗിച്ച് സാമ്പത്തിക ശാക്തീകരണം, ആ ശക്തിയുടെ പിൻബലത്തിൽ അല്ലെങ്കിൽ ശക്തിയിൽ സാമൂഹ്യമായി, രാഷ്ട്രീയമായി, പദവിപരമായി എത്രത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക്, സ്ത്രീകൾക്ക് നേടാൻ കഴിയുന്നുണ്ട്. വിശേഷിച്ച് സാമ്പത്തിക ശാക്തീകരണം. നമുക്കറിയാലോ, കൂലിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി നേടുന്ന ഒരു അല്ലെങ്കിൽ ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, കേരളം. അപ്പോൾ ധാരാളം ഉൽപാദനം, സാമ്പത്തികമായി ഉൽപാദനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ധാരാളമായി ഇതര സംസ്ഥാനങ്ങളിലുണ്ട്, കേരളത്തെ അപേക്ഷിച്ച്. പക്ഷെ അവർക്ക് കിട്ടുന്ന പ്രതിഫലം അനൗപചാരിക മേഖലയിൽ, ഔപചാരിക മേഖലയിൽ നമുക്കറിയാം അത് ഏതാണ്ട് ഈക്വലായിട്ട് കിട്ടുന്നൊരു സാധ്യതയുണ്ട്. പക്ഷെ അനൗപചാരിക മേഖലയിൽ, അസംഘടിത മേഖലയിൽ സ്ത്രീകൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ അവർക്കതിന് സാധിക്കുന്നില്ല. ഞാനത് സൂചിപ്പിച്ചത്, നമ്മുടെ ഈ മുന്നോട്ടുള്ള കുതിപ്പ്, ആ കുതിപ്പ് നമ്മൾ ഒരുമിച്ച് വേണം. ആ ഒരുമിക്കൽ മാനസികമായും ബൗദ്ധികമായും ഒരുമിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി ഒരു സമൂഹത്തിൽ ഉയർന്ന് ആ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതി സാധ്യമല്ല. സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമൂഹ്യ പ്രവർത്തകനും ചരിത്രകാരനും പ്രകൃതി സംരക്ഷകനും ഒക്കെയായി എല്ലാ തലത്തിലും അറിയപ്പെട്ടിട്ടുള്ള മഹാനായ മാർക്സ് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, ഒരു സമൂഹത്തിന്റെ പുരോഗതി എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ, എത്രത്തോളം നേടി എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് ആ സമൂഹത്തിലെ സ്ത്രീയുടെ അവസ്ഥ. അത് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു അദ്ദേഹവും സൂചിപ്പിച്ചു, 2 പക്ഷികളുടെ ചിറക് ഒരെണ്ണം മാത്രം ഉപയോഗിച്ച് പറന്നാൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ ഉദ്ദേശിക്കുന്ന വേഗതയിൽ എത്തിച്ചേരാൻ കഴിയില്ല. അപ്പൊ ഈ പക്ഷിയുടെ 2 ചിറകുകളും ഒരേപോലെ ഒരേ ശക്തിയോടുകൂടി ആഞ്ഞടിച്ചാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ സമൂഹത്തിന്റെ പുരോഗതിയും അതുപോലെ തന്നെയാണ്. നോക്കൂ, ഏത് സമൂഹത്തിലാണെങ്കിലും 50% അല്ലെങ്കിൽ 50%-അടുത്ത്, കേരളത്തിലാണെങ്കിൽ 50%-ലേറെ ഉള്ള ഒരു വിഭാഗമാണ് സ്ത്രീകൾ. പക്ഷെ എന്താണ് അവസ്ഥ? കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ കുടുംബശ്രീ ഒക്കെ 1998 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇവിടെ ജനകീയാസൂത്രണത്തിൽ അധികാരത്തിലേക്ക് സ്ത്രീകൾ വന്നപ്പോ ഉണ്ടായ പ്രതികരണം പ്രിയപ്പെട്ട എഴുത്തുകാരി ഇവിടെ സൂചിപ്പിച്ചു, നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. ഏതാണ്ട് അതേ പ്രതികരണമായിരുന്നു കുടുംബശ്രീയുടെ രൂപീകരണ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഭിച്ചത്. അവർ അവിടെ കൂടിയിരുന്ന് വർത്തമാനം പറയാൻ പോകുന്നു, അല്ലെങ്കിൽ ശണ്ട കൂടാൻ പോകുന്നു. 2 സ്ത്രീകൾ കൂടി ചേർന്നാൽ അപ്പോൾ അവിടെ തല്ലാണ്, തർക്കമാണ്, ഇതാണ് പറയുക. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി സ്ത്രീ ശാക്തീകരണത്തിലേക്ക്, സാമ്പത്തികം മാത്രമല്ല, പലപ്പോഴും ഒരു ഘട്ടം വരെ നമ്മൾ അത്തരത്തിൽ സാമ്പത്തികത്തിൽ മാത്രം ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അതിൽ നിന്ന് മാറാൻ ധാരാളം അയൽക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവർ കൂടിച്ചേർന്നിരുന്ന് അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇവിടെ പറഞ്ഞല്ലോ, ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്വയം സംതൃപ്തരാകുന്ന ഒരേ ഒരു കാര്യം, ഒരേ ഒരു മാനദണ്ഡം നാം തന്നെ സ്വീകരിച്ചിട്ടുള്ളത്, അയ്യഞ്ചാണ്ട് കൂടുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഞാൻ ജനാധിപത്യ പ്രക്രിയയിൽ ഓക്കെയാണ്. ഇതാണ് ജനാധിപത്യം. ഇതാണ് നമ്മുടെ ഒരു പ്രാഥമികമായ ഒരു കാഴ്ചപ്പാട്. പക്ഷെ അതും നേടിയെടുത്തത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യയിൽ പോലും 1930-കളിൽ ഒരു വിഭാഗത്തിന് വോട്ടവകാശം ലഭിച്ചു. അതിനു മുൻപും ലഭിച്ചിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? സമ്പത്തിന്റെ അല്ലെങ്കിൽ നികുതിദായകർ ആ ക്രമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കിട്ടിയിരുന്നത്. പിന്നീട്
പുരുഷന്മാർ അതിൽ സാമൂഹ്യമായ പദവി നിശ്ചയിച്ചുകൊണ്ടാണ് നടത്തിയിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് എല്ലാവർക്കും സാർവത്രികമായ വോട്ടവകാശം എന്നുള്ള നിലയ്ക്കിലേക്ക് സ്ത്രീ പുരുഷ ജെൻഡർ വ്യത്യാസമില്ലാതെ ട്രാൻസ്ജെൻഡർ എല്ലാവർക്കും അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ വോട്ടവകാശത്തിന് വേണ്ടി, തെരഞ്ഞെടുപ്പിന് വേണ്ടി, പൊതുസമൂഹത്തിൽ എൻ്റെ ഇടം എനിക്കും പറയാനുണ്ട് എന്ന് ഉള്ള അവകാശത്തിന് വേണ്ടി സ്ത്രീകൾ നിരവധിയായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പാശ്ചാത്യ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ നിരവധിയായ പോരാട്ടങ്ങൾ വോട്ടവകാശത്തിന് വേണ്ടി സ്ത്രീകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്: എനിക്കും പങ്കാളിത്തം വേണം, എനിക്കും പറയാനുണ്ട്, എനിക്ക് അഭിപ്രായമുണ്ട് എന്ന് ആഗ്രഹിക്കുകയും തുറന്നു പറയുകയും ചെയ്ത സ്ത്രീകളുടെ നിരവധിയായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന വോട്ടവകാശം പോലും, സാർവത്രിക വോട്ടവകാശം. ഇവിടെ ശ്രീമതി KR മീര സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിച്ചത്, നമ്മുടെ ഈ പോരാട്ടം തുടരുക തന്നെ വേണം. പോരാട്ടത്തിലൂടെ അല്ലാതെ ഒരു നേട്ടവും ആരും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ മാത്രമല്ല കേട്ടോ, എല്ലാ മനുഷ്യരും. അങ്ങനെയാണല്ലോ അടിമത്വത്തിൽ നിന്നും ജന്മിത്വത്തിൽ നിന്നും രാജവാഴ്ചയിൽ നിന്നും ഒക്കെ മാറി മാറി അതിൽ പോരായ്മകളുണ്ട്, അത് ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കതിൽ പങ്കാളിത്തമില്ല എന്ന് ബോധ്യപ്പെട്ട് ഞങ്ങൾക്കും കൂടി ഉണ്ട്, മനുഷ്യരാകെ തുല്യരാണ് എന്നുള്ള സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഫ്രഞ്ച് വിപ്ലവവും ആ ആശയവും ഒക്കെ ഉയർന്നു വന്ന് മനുഷ്യരാകെ ഈ ഭൂമിക്ക് അവകാശികളാണ്, മനുഷ്യരാകെ ഈ സമൂഹത്തിൻ്റെ പദവിക്കും അധികാരത്തിനും ഞങ്ങൾക്കാകെ അവകാശമുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ചരിത്ര ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് നമ്മളിപ്പോൾ ജനാധിപത്യത്തിൽ നിൽക്കുന്നത്. പക്ഷേ ഈ കുടുംബശ്രീ ചെയ്ത പോലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇനി ഏറ്റെടുക്കേണ്ടതുണ്ട്. എന്താണ് കുടുംബശ്രീ ചെയ്യുന്നത്? കുടുംബത്തിൽ നിന്ന് പോകുന്നില്ല, പക്ഷെ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടക്കുന്നത്. ഒരു നിശബ്ദ വിപ്ലവമാണ് കുടുംബശ്രീ കാര്യത്തിൽ നടത്തുന്നത്, ഒരു നിശബ്ദ വിപ്ലവം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു, പ്രതികരിക്കുന്നു, പ്രതിഷേധങ്ങൾ അറിയിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു പ്രതിജ്ഞ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എടുത്തു. എന്തായിരുന്നു പ്രതിജ്ഞ? സാമ്പത്തികമായ തുല്യ അവകാശത്തിന് വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞയായിരുന്നു. ആ പ്രതിജ്ഞ മാധ്യമങ്ങളിലൂടെ ഒക്കെ പുറം ലോകം അറിഞ്ഞപ്പോൾ, കേരളത്തിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചില ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായി. അങ്ങനെ കഴിയില്ല, ഞങ്ങൾ ഇവർക്ക് വിവാഹത്തിനും ഇനി വിവാഹം കഴിഞ്ഞാൽ ഇവരെ നോക്കി നടത്തുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള ചിലവ് വഹിക്കുന്നത് പുരുഷന്മാരാണ്, അതുകൊണ്ട് അവർക്ക് അങ്ങനെ സ്വത്തിൽ പൂർണ്ണമായ അവകാശം കൊടുക്കാൻ കഴിയില്ല, അതിൻ്റെ ഒരു ചെറിയ വിഹിതം കൊടുക്കാനേ കഴിയുള്ളൂ. അങ്ങനെ ഇന്നും തുടരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന, അങ്ങനെ ഒരു കൂട്ടർ പറഞ്ഞു എന്ന് വിചാരിച്ച് അവർ മാത്രം മോശക്കാരാണ് എന്നർത്ഥമില്ല കേട്ടോ. അവർ പറയുന്നതിൻ്റെ പിൻബലത്തിൽ, അവർ പറയുന്നതിൻ്റെ ഫലം അനുഭവിക്കാൻ നിൽക്കുന്നവരാണ് ഇവിടെയുള്ള സാമൂഹ്യ വ്യവസ്ഥിതി അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ ചിട്ടപ്പെടുത്തുന്ന എല്ലാ വിഭാഗങ്ങളും. പക്ഷെ അവരത് കൂടുതൽ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇടയ്ക്ക് വെച്ച് നമുക്കത് നിർത്തിവെക്കേണ്ടി വന്നു ആ പ്രതിജ്ഞ, ഇല്ലേ? എങ്കിലും ചർച്ചയുണ്ടായി. എന്തുകൊണ്ട്? അപ്പൊ നോക്കൂ, സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതിയെ, അസമത്വത്തെ, പരമ്പരാഗതമായി അനുഷ്ഠാനപരമായി പിന്തുടരുന്ന സ്ത്രീവിരുദ്ധതയെ, അസമത്വത്തെ, അക്ഷരാർത്ഥത്തിൽ ഈ അസമത്വത്തെ നമ്മൾ മൂടിവെച്ച് വീണ്ടും ആ അസമത്വത്തെ ഉറപ്പിച്ച് തുടരാൻ അനുവദിക്കുന്ന വ്യവസ്ഥിതി, സംവിധാനം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കൂടി കുടുംബശ്രീക്ക് പ്രാപ്തമാകുന്നുണ്ട്. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയോട് സമൂഹം പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ പ്രതികരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, നിങ്ങളെ നോക്കി സ്ത്രീധനം എന്നത് സാമൂഹ്യമായൊരു ദുരാചാരമാണ്, സ്ത്രീ വിരുദ്ധതയാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ അറിയുന്നു, പറയുന്നു. പക്ഷേ അപ്പോൾ തന്നെ അതിനെ ന്യായീകരിക്കുകയാണ്, ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് സ്ത്രീക്ക് സാമ്പത്തിക തുല്യത കൊടുക്കാൻ കഴിയില്ല കുടുംബത്തിൽ നിന്ന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ത്രീധനത്തെ എതിർക്കുകയാണോ വേണ്ടത്? നേരെ മറിച്ച് സ്ത്രീധനം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഈ അസമത്വം വീണ്ടും ചെയ്യുന്നു. ഇപ്പൊ രണ്ടു തരം അനീതി അവിടെ ഒരുമിച്ച് അനുഭവിക്കുകയാണ്. സ്ത്രീയും
സ്ത്രീ ഉൾപ്പെടെയുള്ള നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സ്ത്രീ പുരുഷ ഇല്ലാതെ ജെൻഡർ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും അനുഭവിക്കുകയാണ്. അപ്പൊ അത്തരം അനീതിക്കെതിരെ സ്ത്രീ മാത്രമല്ല ഒരു ദുരാചാരത്തിന്റെ, അനാചാരത്തിന്റെ, അസമത്വത്തിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത്. ആ സമൂഹത്തിലെ എല്ലാ മനുഷ്യരും അനുഭവിക്കുകയാണ്. ഇപ്പൊ സ്ത്രീധനത്തിന്റെ പ്രശ്നം അനുഭവിക്കുന്നത് സ്ത്രീ മാത്രമല്ലല്ലോ, പുരുഷൻ അനുഭവിക്കുന്നുണ്ട്, കുടുംബാംഗങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്ത്രീയെ വിദ്യാഭ്യാസം ചെയ്ത് ശാക്തീകരിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കിയാൽ, അവൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തമാക്കിയാൽ, അവളെ നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ പ്രാപ്തമാക്കിയാൽ ആർക്കാ സൗകര്യം? കുടുംബാംഗങ്ങൾ, കുടുംബത്തിലുള്ള സമൂഹത്തിന്റെ ഏറ്റവും സൂക്ഷ്മ ഘടകമായിട്ടുള്ള കുടുംബം മുതൽ അങ്ങേയറ്റം വരെ ഈ പൊതുസമൂഹത്തെ ശാക്തീകരിക്കുന്ന പ്രവർത്തനമാണത്. അത് തിരിച്ചറിയിക്കാൻ ഇത്തരം ചിന്ത മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനെന്താ പ്രയാസം എന്നറിയോ? നമ്മൾ ഈ മൈക്കിലൂടെ ഇത് പറയുമ്പോൾ ചില കേൾക്കുന്നവർക്ക് ഒരു പ്രയാസമുണ്ട്. ഞാൻ ഇന്നലെ ഒരു പരിപാടിക്ക് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് ഇഷ്ടമുള്ള, ഞാൻ കൂടുതൽ അടുക്കുന്ന, ഞാൻ കൂടുതൽ അടുപ്പമുള്ള ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ടീച്ചർ സംസാരിക്കുമ്പോൾ ഈ ഫെമിനിസം പോലെ ആയി പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ചിലർക്ക് വരുന്നുണ്ട്. അപ്പൊ അതോടൊന്നും മയപ്പെടുത്തി പറയണം. നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് എന്തെങ്കിലും മയമുണ്ടോ? കുടുംബത്തിൽ, സമൂഹത്തിൽ, പൊതു ഇടങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന അവഹേളനം, അപമാനം, മാറ്റി നിർത്തലുകൾ മൂലമുണ്ടാകുന്ന അപമാനം, അതിനെന്തെങ്കിലും ഒരു മയമുണ്ടോ? അങ്ങനെ മയമില്ലാതെ പലതും അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ മയമില്ലാതെ പ്രതികരിക്കുന്നത്. പ്രതികരിച്ചേ മതിയാവൂ, പ്രതികരിച്ചാലേ മാറ്റം ഉണ്ടാവൂ. ജന്മിത്വത്തെ എങ്ങനെയാണ് നമ്മൾ നാടുകടത്തിയത്? ജന്മിത്വത്തെ ഒരു പരിധി വരെ കേരളത്തിൽ നിന്ന് നാടുകടത്താൻ നമ്മളെ സഹായിച്ചത് നമ്മൾ ആ ജന്മിത്വത്തിന്റെ മൂല്യങ്ങൾക്കെതിരെ പ്രതികരിച്ചതുകൊണ്ടാണ്. AKG തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, എന്റെ പ്രസംഗം കേൾക്കാൻ ജന്മി വരും. കാരണം അദ്ദേഹം പറയാണ്, ഈ ജന്മിയുടെ ആത്മകഥം പറയാണ്, ഇയാൾ പ്രസംഗിക്കുന്നത് നല്ല പ്രസംഗമാണ്, പക്ഷെ എന്നെ കുറിച്ച് ചീത്തയാണ് പറയുന്നത്. അപ്പൊ എന്നെ കുറ്റം പറയാണ്, ചീത്ത വിളിക്കുകയാണ്, എങ്കിൽ പോലും ഇവന്റെ പ്രസംഗം ഗംഭീരമാണ്. കണ്ടോ? അപ്പൊ ജന്മി കേൾക്കാൻ വരണം എന്ന് പറഞ്ഞാൽ ഇതൊരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. പുരുഷാധിപത്യം എന്ന് പറയുമ്പോൾ ദയവ് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന ലിംഗവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ആശയഗതി കാണരുത്. ഇതൊരു ഐഡിയോളജിയാണ്. മുതലാളിത്തം പോലെ, ഫാസിസം പോലെ, ജന്മിത്വം പോലെ, അടിമ വ്യവസ്ഥിതി പോലെ ഇതൊരു ഐഡിയോളജിയാണ്, അധികാര വ്യവസ്ഥിതിയാണ്. ഈ അധികാര വ്യവസ്ഥിതിയുടെ ബുദ്ധിമുട്ട് മാനസികമായി, ശാരീരികമായി, ബൗദ്ധികമായി, അതുപോലെ സാമ്പത്തികമായി, രാഷ്ട്രീയമായി അനുഭവിക്കുന്ന വിഭാഗങ്ങൾ അത് ഒരു പരിധി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ഒരു പരിധി വരെ ഈ അടിച്ചമർത്തലുകൾ ആ വ്യവസ്ഥിതിക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. ആ ഒരു മാറ്റം അതാണല്ലോ. ഇപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിലെ സ്ത്രീകളെ കുറിച്ച് നോക്കിയാൽ ഒട്ടേറെ സമരങ്ങൾ, ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ച സമരങ്ങൾ ഉൾപ്പെടെ, വടക്ക് നിന്ന് ആരംഭിച്ചാൽ തോൽവിറക് സമരം ഉൾപ്പെടെ ഉള്ള സമരങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്. നമ്മൾ വഴി നടക്കാനുള്ള സമരത്തിൽ സ്ത്രീകൾ പങ്കാളികളായിട്ടുണ്ട്, കർഷക സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അവകാശത്തിൽ പങ്കാളികളായിട്ടുണ്ട്, തുല്യ ജോലിക്ക് തുല്യ വേതനം കിട്ടുന്നതിന് നമ്മൾ പങ്കാളികളായിട്ടുണ്ട്, സ്ത്രീധനത്തിനെതിരെ നമ്മൾ സമരം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ സമരങ്ങളിൽ നമ്മുടെ പങ്കാളിത്തമുണ്ട്. പക്ഷെ നമ്മുടെ പേര് ചരിത്രത്തിൽ ഇന്നാള് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചരിത്രത്തിൽ രേഖ പേര് കാണില്ല. അതിന്റെ പ്രശ്നം ഈ അധികാര വ്യവസ്ഥിതി നമ്മളെ തമസ്കരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ വരേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് രാജാധികാരം തീരുമാനിക്കുന്നത് പോലെ, മുതലാളിത്തം തീരുമാനിക്കുന്നത് പോലെ തന്നെ ഈ ആശയ വ്യവസ്ഥിതി, അധികാര വ്യവസ്ഥിതി തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതെങ്ങനെയാണ് മാറ്റം വരുത്തുക? ഇവിടെ സൂചിപ്പിച്ചത് സ്ത്രീ ശാക്തീകരണം, അഥവാ പ്രിയപ്പെട്ട എഴുത്തുകാരിയുടെ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, സ്ത്രീ ശാക്തീകരണം അഥവാ സാമൂഹ്യ നീതി. നമ്മൾ പറയാറുണ്ട്, എന്തിനാണ് സംവരണം? ചില ആളുകളെങ്കിലും ഈ അധികാര കസേരയിൽ 33%, അതിനുശേഷം 98-ലാണ് 97-98 കാലഘട്ടത്തിലാണ് അധികാര വികേന്ദ്രീകരണം, 31% സംവരണം ഒക്കെ വരുന്നത്. അതിനുശേഷം 2009-ലാണ് അത് 50%ആക്കി. ആരാണ് നമ്മുടെ
വി എസ് ഗവൺമെന്റ് മാറ്റുന്നത്. അപ്പൊ ഇങ്ങനെ സംവരണത്തിലൂടെ നമ്മൾ വന്നു. പക്ഷെ ഈ അധികാര പദവിയിലിരിക്കുന്ന ചിലരെങ്കിലും പറയുന്നു ഇങ്ങനെ സംവരണത്തിലൂടെ വരേണ്ടവരല്ല, പിന്നെ എങ്ങനെ വരണം? പവർ തെളിയിച്ചു വരണം, കഴിവ് തെളിയിച്ചു വരണം, ഇല്ലേ? നമുക്കും തോന്നാറില്ലേ? തുല്യത എന്ന് പറഞ്ഞാൽ അതാണ്. തുല്യത, ഈക്വലാണ്. അപ്പൊ തുല്യത അല്ലേ നമുക്ക് വേണ്ടത്? നോക്കൂ, ഒരു വൃക്ഷത്തിൽ നിറയെ ഫലങ്ങളുണ്ട്, മാങ്ങയുണ്ടെന്ന് വിചാരിക്കൂ. പക്ഷെ ആ വൃക്ഷത്തിന് ഇടത്തോട്ടൊരു ചായ്വുണ്ട്. അപ്പൊ തുല്യത എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളെ ആ പഴം കഴിക്കാൻ, പഴം എടുക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. തുല്യ അവകാശമാണ്, നിങ്ങൾക്ക് എടുക്കാം, അവസരമുണ്ട്, അവസര സമത്വമാണ്. ഇനി അതിനുവേണ്ടി രണ്ടു പേർക്കും ഒരേ ഉയരമുള്ള ഒരു ഗോവണിയും കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും കയറി നിൽക്കുന്നു. പക്ഷെ ഇടത്തോട്ട് ചാഞ്ഞു നിൽക്കുന്ന ഈ മരത്തിന്റെ ഫലം ആദ്യം കിട്ടുന്നത് ആർക്കായിരിക്കും? ഇടത്തുവശത്ത് കയറി നിൽക്കുന്ന ആൾക്കായിരിക്കും. മറ്റേയാൾക്ക് കുറച്ച് കിട്ടുമായിരിക്കും, പക്ഷെ എത്തിപ്പിടിച്ച് പ്രയാസപ്പെട്ട് കിട്ടണം. നേരെ മറിച്ച് അവിടെ ഈ വലതുവശത്ത് നിൽക്കുന്ന ആളുടെ ആ ഏണിപ്പടി കുറച്ചുകൂടി ഉയരം കൂട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നി? ആ കുഴപ്പമില്ല, ഉയരം കുറച്ച് കൂട്ടി. മറ്റേത് അത് തന്നെ, വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ അവിടെയും ഈ ഇടതുവശത്ത് നിൽക്കുന്ന ആൾക്ക് വീണ്ടും കൂടുതൽ കിട്ടുകയാണ്. കാരണം ഈ മരത്തിന്റെ ചരിവ് ഇടത്തോട്ടാ. മറ്റേയാൾക്ക് കുറച്ച് നേരത്തേനേക്കാളും കുറച്ച് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ വേറൊരു തന്ത്രം പ്രയോഗിച്ചു. ഈ മരത്തിന്റെ വളവ് ചില ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ഒന്ന് നേരെയാക്കി, നിവർത്തി നിർത്തി. എന്നിട്ടോ രണ്ടുപേർക്കും തുല്യമായ ഉയരമുള്ള ഈ പടി കൊടുത്തു. ഇപ്പൊ എങ്ങനെയായി? ഇപ്പൊ രണ്ടുപേർക്കും തുല്യമായി പഴമെടുക്കാം. ഇതാണ് നീതി, സാമൂഹ്യനീതി. അപ്പൊ തുല്യത മാത്രം കൊടുത്താൽ അസമത്വ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ പ്രാപ്യത ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടോ തുല്യമായി പ്രാപിക്കണമെങ്കിൽ അത് അവസരമാവട്ടെ, സമ്പത്താവട്ടെ, അധികാരമാവട്ടെ, തുല്യമായി അനുഭവിക്കണമെങ്കിൽ അസമമായ ഒരു സമൂഹത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യണം. നമ്മൾ എന്തുകൊണ്ടാണ് തുല്യതയിലേക്ക് ഇത്രയും കാലം? 1947 ഇന്ത്യ സ്വതന്ത്രമായി. 52 തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഈ കാലം അത്രയും ഇന്ത്യൻ പാർലമെന്റിൽ 15% സ്ത്രീകൾ കണ്ടിട്ടില്ല. 15% സീറ്റ് പോലും സ്ത്രീക്ക് പ്രാപ്യമാക്കാൻ കഴിഞ്ഞില്ല. ഇനി കേരള നിയമസഭയിൽ നോക്കൂ, 11% പോയിട്ടില്ല. 12% തികച്ചിട്ടില്ല, കൃത്യമായി പറഞ്ഞാൽ. അപ്പൊ തുല്യതയില്ലേ? മത്സരിക്കാൻ അവസരമില്ലേ? പിന്നെ നമുക്ക് വളരെ ഫ്രാങ്കായി പറയാലോ, തുല്യതയുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് തുല്യ അവകാശമുണ്ട്. ഇത്ര വയസ്സ് കഴിഞ്ഞാൽ മതി മത്സരിക്കാം. പക്ഷെ എന്തുകൊണ്ട് വരുന്നില്ല? വരാത്തതിൻ്റെ കാരണമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരി അവരുടെ വാക്കുകളിലൂടെ പറഞ്ഞത്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സാമൂഹ്യ നിയമങ്ങൾ, ഇതൊക്കെ നീ ഇവിടെ കിടന്നാൽ മതി. എവിടെയാണ് നമ്മുടെ ഇടം? നമ്മുടെ ഇടം ഈ വീടാണ്. ആ വീടിനകത്തോ ഈ പറഞ്ഞ ഒന്നുമില്ല. ഇന്ത്യൻ ഭരണഘടന പറയുന്ന ജനാധിപത്യമോ നീതിയോ തുല്യതയോ സാഹോദര്യമോ സമഭാവനയോ ഒന്നുമില്ല, ഒരു പരിഗണനയില്ല. പിന്നെയോ അവിടെ എന്താ നടക്കുന്നത്? അവിടെ നടക്കുന്നത് സാമൂഹ്യ ഏജൻസികൾ നമ്മളെയൊക്കെ ഇങ്ങനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ ഉള്ള എല്ലാ സംവിധാനങ്ങളും, എങ്ങനെ വീട്ടമ്മയാവണം, എങ്ങനെ സ്ത്രീ ആവണം, സ്ത്രീ ആയാൽ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്ന ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സാമൂഹ്യ നിയമങ്ങളുമാണ് ഇന്ത്യയിലെ ഏറ്റവും സമൂഹത്തിന്റെ ഏറ്റവും സൂക്ഷ്മാംശമായിട്ടുള്ള ഈ കുടുംബത്തിനകത്ത് നടക്കുന്നത്. ഇവിടെ മെരുക്കപ്പെടുന്ന ആണും പെണ്ണും ട്രാൻസ്ജെൻഡറുമാണ് പൊതുസമൂഹത്തിലേക്ക് വരുന്നത്. അവിടെ 2 തരത്തിൽ മെരുക്കപ്പെടുകയാണ്. പുറം ലോകത്ത് ഇഷ്ടമുള്ള അഭിപ്രായം പറഞ്ഞ് സ്വതന്ത്രമായി എഴുതി, ഇല്ലേ? ഇവിടെ ആരാചാര്യയെക്കുറിച്ച് എങ്ങനെ എഴുതിയെന്ന് ഞാൻ ഇങ്ങനെ വെറുതെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചപ്പോ, ബംഗാൾ സന്ദർശിച്ചോ, എത്ര കാലം അവിടെ ഉണ്ടായിരുന്നു? അപ്പോൾ പ്രിയപ്പെട്ട എഴുത്തുകാരി സൂചിപ്പിച്ചത്, ഒരു പുരുഷന് സ്വതന്ത്രമായിട്ട് എഴുതാം, പേടിക്കാതെ. കാരണം പുരുഷൻ എഴുതിയാൽ ഭൂതക്കണ്ണാടി വെച്ച് സൂക്ഷ്മദർശിനി കുറവായിരിക്കും, അതിലൂടെയുള്ള നോട്ടം പൊതുസമൂഹം കുറവായിരിക്കും. കാരണം അവര് ശരിയെ പറയൂ, വിവരമുണ്ട്.
അതിന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? പെൺബുദ്ധി പിൻബുദ്ധി. ബുദ്ധിയില്ല. ഇപ്പോഴും പറയുന്നത് സ്ത്രീക്ക് ബുദ്ധി അല്പം കുറവാണ് എന്നുള്ളത് ധരിക്കുന്നവരാണ് മിക്കവാറും. ശാസ്ത്രം ഒരിക്കലും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ പഴഞ്ചൊല്ലുകളിലൂടെ ഇതാണ് നമ്മുടെ ധാരണ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട എഴുത്തുകാരി പറഞ്ഞത്, അതുകൊണ്ട് സ്ത്രീ എഴുതുമ്പോ നമുക്ക് ഈ മനസ്സിലൊരു ആശങ്കയുണ്ട്, ഒരു അപകർഷതാബോധമുണ്ട്. അതെനിക്കുണ്ട്, എഴുത്തുകാരികൾക്ക് മാത്രമല്ല പൊതുപ്രവർത്തകർക്കുണ്ട്. കാരണം നമ്മൾ അല്പം കുറഞ്ഞു പോയോ? നമ്മൾ പറയുന്നത് ശരിയാണോ? കാരണം സ്ത്രീ ഒരു രണ്ടാംകിടയാണ്, അല്പം ഒരു പടി താഴെയാണ് എല്ലാ അർത്ഥത്തിലും എന്ന് തെറ്റായി ധരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ആലയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. എല്ലാത്തരം ആശയത്തിൻ്റെയും ശക്തിയുടെയും അശക്തിയുടെയും കേന്ദ്രമാണ് കുടുംബം. അത് കൊടുക്കുന്നതിൻ്റെ കേന്ദ്രമാണ് ആത്മവിശ്വാസം. എന്തുകൊണ്ടാണ് നമുക്ക് ആത്മവിശ്വാസം ഇല്ലാത്തത്? ഇപ്പൊ ഇവിടെ തന്നെ ഒരു ആളോട് നിങ്ങൾ ഒരു രണ്ടുപേരി പാട്ട് പാടൂ, ആർക്ക് കഴിയും എന്ന് ചോദിച്ചാൽ മിക്കവാറും വരിക പുരുഷന്മാരായിരിക്കും. സ്ത്രീക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആത്മവിശ്വാസക്കുറവ്. പാടിയാൽ ശരിയാകുമോ? മറ്റേതങ്ങനെയല്ല, പാടിയാൽ ശരിയാകുമോ ഇല്ലേ വേറെ കാര്യം, ഞാൻ പാടും. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഒരു മെന്റാലിറ്റി ഉണ്ടാക്കണം. എനിക്ക് കഴിയുന്നത്, എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യും. അത് ചെയ്യാനുള്ള അവകാശം എനിക്ക് ഈ സമൂഹത്തിലുണ്ട്. ഞാനൊരു സമൂഹത്തിലെ ഒരു അംഗമാണ്. തുല്യ അവകാശമുള്ള, ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട, കേൾക്കപ്പെടേണ്ട, പറയപ്പെടേണ്ട ഒരാൾ കൂടിയാണ്. അധികാരം എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകാൻ ഉള്ള ഒരു സാധ്യത 1950 ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പബ്ലിക് ഡേ ആചരിച്ചല്ലോ. ഇത് ആചരിച്ചാൽ പോരാ, അത് നമുക്ക് ജീവിതത്തിൽ ടേസ്റ്റ് ചെയ്യാൻ കഴിയണം, അനുഭവിക്കാൻ കഴിയണം. നമ്മൾ പറയണം. തുല്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തുല്യത മാത്രമല്ല, ഭരണഘടനയിലും പറഞ്ഞിട്ടുണ്ട്, നീതിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ നീതിയുടെ ഭാഗമാണ് ഞാൻ അനുഭവിക്കുന്ന സംവരണം. ഈ നീതിക്ക് വേണ്ടിയാണ് നമ്മളുടെ ഈ കൂട്ടായ്മ കുടുംബശ്രീ. അതിൽ അവസരം തന്നിട്ടുള്ളത് ഈ നീതിക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവണം. പ്രതികരിക്കുക, കുടുംബത്തിൽ പ്രതികരിക്കുക, സമൂഹത്തിൽ പ്രതികരിക്കുക, മാറ്റി നിർത്തലുകൾക്കെതിരെ പ്രതികരിക്കുക. ഞാൻ ഈ അടുത്ത ദിവസം ഒരു വിവാഹത്തിന് പോയി പങ്കാളിയായി. അപ്പൊ ഒരു ക്രിസ്ത്യൻ വിവാഹമാണ്. വിവാഹത്തിന് സാക്ഷി വേണം. അപ്പൊ ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്, എൻ്റെ ഒരു ബന്ധുവിന്റെ കല്യാണമാണ്. അപ്പൊ സാക്ഷി വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ നേരെ ചെന്നു ഒപ്പിടാൻ പുസ്തകത്തിൽ. അപ്പോ പള്ളിയിലെ കപ്പ്യാർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. എന്നോട് പറഞ്ഞു, ടീച്ചറെ പുരുഷന്മാർ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്താ? ഈ വിവാഹം നടന്നത് ഞാൻ കണ്ടു, എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് ബുദ്ധിക്ക് വേറെ ശാരീരികമായി കുഴപ്പമില്ല, എനിക്കറിയാം. എവിടെ കണ്ടാലും എനിക്ക് പറയാൻ പറ്റും. നോക്കൂ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ വിവാഹം നടന്നതിന് സാക്ഷ്യപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നും ഇത്തരം സംവിധാനങ്ങൾ സ്ത്രീയോട് പറയുന്നത്, നിങ്ങൾ സാക്ഷിയാകാൻ പറ്റില്ല, കാരണം സ്ത്രീ ആയതുകൊണ്ട്. പ്രതികരിക്കണ്ടേ? ഞാൻ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞു, ഇത്തരം സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകും. മനസ്സിലായില്ലേ? പൂട്ടിപ്പോകും. ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന ഒരു വിഭാഗത്തെ നിഷേധിച്ചുകൊണ്ട്, അവരെ അപമാനിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് നിൽക്കാൻ കഴിയുക? അപ്പൊ നിങ്ങൾ ചോദിക്കും, നിൽക്കുന്നില്ലേ? ഉണ്ട്. അത് ആരുടെ പിൻബലത്തിലാണ് നിൽക്കുന്നത്? നമ്മുടെ പിൻബലത്തിലാണ്. ആരാണ് ഈ സാമൂഹ്യ സംവിധാനങ്ങളെയൊക്കെ ശാക്തീകരിക്കുന്നത്? കുടുംബം മുതൽ നമ്മളല്ലേ? നമുക്കെതിരെ ഇല്ലേ? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇങ്ങനെ രൂക്ഷമായി പറഞ്ഞു പോകാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നെഗറ്റീവുകൾ, അപമാനങ്ങൾ, ഇതിനിയും പൊറുക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ഇങ്ങനെയുള്ളവരൊക്കെ പുറത്തു ഇപ്പോഴുള്ളവർ അല്ലേ വെച്ച് പോവുമായിരിക്കും. എൻ്റെ അമ്മ എന്നോട് പറയാറുണ്ട്, ഞാനൊക്കെ എത്ര സഹിച്ചു എന്നറിയോ, നീ എന്തിനാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അമ്മയുടെ ഗതികേട് കൊണ്ട് അമ്മ സഹിച്ചിട്ടുണ്ടാവാം, പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇല്ലേ? എനിക്ക് ജോലിയുണ്ട്, സാമ്പത്തികമായി വരുമാനമുണ്ട്, ഞാൻ കുറച്ച് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്പ അധികാരം എനിക്കുണ്ട്. പിന്നെ ഞാൻ ഭയപ്പെട്ട് ഒരു കുടുംബത്തിനകത്ത് അടിമയെ പോലെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റില്ല.
മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇപ്പോഴത്തെ യൂത്ത് ഇപ്പൊ പറയാറുണ്ടല്ലോ, കേരളത്തിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് പോകുന്നു. അതിലൊരു കാരണം ഈ ഒളിഞ്ഞു നോട്ടം, ഈ നിയന്ത്രണം. സ്വാതന്ത്ര്യമില്ലാതെ കേവലം മനുഷ്യജീവികളായി കഴിഞ്ഞുകൂടാൻ, മരണം വരെ കഴിഞ്ഞുകൂടാൻ ഇന്നത്തെ തലമുറ തയ്യാറല്ല. കാരണം എന്താണെന്നറിയോ? അവർ മറ്റ് സംസ്കാരങ്ങളുമായി ബന്ധപ്പെടുന്നു. അവിടെ എങ്ങനെ ജീവിക്കുന്നു, അവിടെ എങ്ങനെ പെരുമാറുന്നു, എന്താണ് അവരുടെ അവസ്ഥ? ആരെങ്കിലും അവരെ ഒളിഞ്ഞു നോക്കാൻ നടക്കുന്നുണ്ടോ? ഇവിടെ ബെഡ്റൂമിൽ വരെ ക്യാമറ. രാത്രി നമ്മൾ എത്രയോ ശാക്തീകരിക്കപ്പെട്ടു കേരളം, പക്ഷെ മനസ്സ് മാറിയിട്ടില്ല, നമ്മുടെ ചിന്താഗതി മാറിയിട്ടില്ല. അത് മാറ്റം വരണം. പുരോഗമനം നമ്മൾ പ്രസംഗിക്കും, പക്ഷെ അത് പ്രയോഗിക്കാനുള്ള കെൽപ്പ് നമുക്ക് ഉണ്ടാവണം. അത് പ്രയോഗിക്കണം എന്ന് വാശി പിടിക്കാൻ നമുക്കും കഴിയണം. നിങ്ങൾ പ്രസംഗിച്ചാൽ പോരാ, നിങ്ങൾ 1-2 മണിക്കൂർ പ്രസംഗിച്ചാൽ പോരാ. നിങ്ങൾ ഈ പ്രസംഗത്തിന് എന്ത് പ്രസക്തി നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും അധികാര ജീവിതത്തിലും നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് ചോദിക്കാനുള്ള അവസരം കൂടി ഉണ്ടാക്കണം. അതിന് ഉള്ള കെൽപ്പ്, അതിനുള്ള ശക്തി നിങ്ങളുടെ കാലുകൾക്ക് ഈ പ്രസ്ഥാനം കിട്ടണം. ഈ പ്രസ്ഥാനത്തിൽ നിങ്ങൾ ആർജിക്കണം. അതിനുള്ള ശക്തി നിങ്ങളുടെ ചിന്തകൾക്ക് വരണം. ഞാനിത് സംസാരിച്ചപ്പോ ആ സഹോദരിയോട് പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സമത്വവാദമാണ്. സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡേഴ്സിനും അവകാശമുണ്ട് എന്ന് വാദിക്കുന്ന, അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗം ഞങ്ങൾക്ക് ഇന്നതിനൊക്കെ അവകാശമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വാദമാണത്. അപ്പൊ അതിനെങ്ങനെയാണ് തെറ്റു പറയാൻ കഴിയുക? മാത്രമല്ല, ഈ സമൂഹത്തെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഭാര്യയെയും കുട്ടികളെയും ഒക്കെ ചെലവിന് കൊടുക്കണം, അവരെ നോക്കണം. നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളിവിടെ തൊഴിലെടുക്കുന്നവരായിരിക്കും മിക്കവാറും സ്ത്രീകൾ. പക്ഷെ നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? രാവന്തിയോളം പണിയെടുക്കുന്നുണ്ട്. ഈ പണിയുടെ, നിങ്ങളുടെ അധ്വാനത്തിന്റെ, പണമില്ലാത്ത, കൂലിയില്ലാത്ത അധ്വാനത്തിന്റെ ഫലമാണ് നിങ്ങളുടെ വീട്ടിലെ എല്ലാ തൊഴിലാളികളെയും നാളത്തെ അധ്വാനത്തിന്റെ പുനരുൽപാദന ശേഷി ഉണ്ടാക്കുന്നത്. പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ ശരീരത്തിലേക്ക് വീണ്ടും അധ്വാന ശക്തി ഉണ്ടാവണമെങ്കിൽ ഈ ഭക്ഷണം കഴിക്കണം. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? ഇനി റീപ്രൊഡക്ഷനിലും പ്രത്യുൽപാദനത്തിലും കൂടുതൽ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്, കൂടുതൽ ദൗത്യം നിർവഹിക്കുന്നത് സ്ത്രീകളാണ്. എന്നിട്ടും പറയുന്നതോ, ഇവരെ തീറ്റിപ്പോറ്റണ്ടേ, ഇവർക്ക് വല്ല കൂലിയും വേലയുണ്ടോ, ഇവർക്ക് കൂലിയുണ്ടോ? അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, നമ്മുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് തിരിച്ചറിയണം. സ്ത്രീയുടെ സ്ട്രെങ്ത് ശാരീരികമായി, മാനസികമായി, മെൻസ്ട്രുവേഷൻ, പ്രസവം, എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദുർബലതയല്ല, നമ്മുടെ ശരീരത്തിന്റെ ദുർബലതയല്ല, മറിച്ച് നമ്മുടെ കരുത്താണ്, സ്ട്രെങ്ത് ആണ്. അതിൽ അഭിമാനിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ എന്തെങ്കിലും ധാരാളം കാര്യങ്ങൾ നമ്മളെ കുറിച്ച് ഓർത്താൽ അഭിമാനിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത്തരം സ്ട്രെങ്ത്തുകൾ വളർത്താൻ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നുണ്ട്. ധാരാളം ക്ലാസുകൾ കുടുംബശ്രീ കൊടുക്കുന്നുണ്ട്. അത് മാത്രം പോരാ, വായിക്കുക, ധാരാളമായി വായിക്കുക. ഇപ്പോ എങ്ങനെയാണ് സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എംഗൽസ് എഴുതിയൊരു പുസ്തകമുണ്ട്, കുടുംബം, സ്വകാര്യ സ്വത്ത്, ഭരണകൂടം, അവയുടെ ഉത്ഭവം. സ്ത്രീകളെ കുറിച്ച് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EMS എഴുതിയിട്ടുണ്ട്. സ്ത്രീകളെ കുറിച്ച് എന്താണ് സ്ത്രീകളുടെ ഉത്തരവാദിത്വം, അവരുടെ അവകാശം എന്താണ്, കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ റോസ ലക്സംബർഗ്, അവർ ജർമ്മനിയിലെ സാമൂഹ്യ പ്രവർത്തകയായിരുന്നു, കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിച്ച ആളാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ വനിതാ ഘടകത്തിൽ പ്രവർത്തിച്ചാൽ മതി എന്നാവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, പറ്റില്ല, എനിക്ക് രാഷ്ട്രീയത്തിന്റെ, ഈ സംഘടനയുടെ മുഖ്യധാരയിൽ പ്രവർത്തിക്കണം, അവിടെ പ്രവർത്തിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് വാദിച്ചവരാ. മാത്രമല്ല, ഗഹനമായ പ്രബന്ധങ്ങൾ, പുസ്തകങ്ങൾ എഴുതിയവരാണ്. ക്ലാര സെത്കിൻ, ലെനിനുമായി ബന്ധപ്പെട്ടൊരു സംഭാഷണമുണ്ട്. അപ്പൊ അവിടെയും ഈ നേതാക്കന്മാരൊക്കെ, ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പക്ഷമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. ഇവരൊക്കെ മഹാന്മാരായ ഭരണകർത്താക്കളായിരുന്നു, സാമൂഹ്യ പ്രവർത്തകരായിരുന്നു. അവരൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കണം. ഈ അറിവ് ഒരു ശക്തിയാണ്. അറിവ് അറിയാൻ വേണ്ടി മാത്രമല്ല, അരിസ്റ്റോട്ടിൽ സൂചിപ്പിച്ചതുപോലെ അറിവ് പ്രവർത്തനത്തിന് വേണ്ടിയാണ്. നോളജ് ഫോർ ആക്ഷൻ. മനസ്സിലായില്ലേ? അറിവ് പ്രവർത്തനത്തിന് വേണ്ടിയാണ്. ആ പ്രവർത്തനം എന്ത് ചെയ്യണം? മാറ്റം വരുത്തണം. നമ്മുടെ ചിന്തയിൽ മാറ്റം വരുത്തണം. അപ്പോൾ തീർച്ചയായും പ്രവർത്തനത്തിൽ മാറ്റം വരും, നമ്മുടെ വാക്കിൽ മാറ്റം വരും, നമ്മുടെ പ്രതികരണത്തിൽ മാറ്റം വരും. പ്രിയ സഹോദരിമാരെ, സ്വന്തം സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞ് ആത്മാഭിമാനത്തോടുകൂടി, അതൊരിക്കലും കൈവിടാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഒരാളുടെ മുൻപിലും തലകുനിക്കാതെ നമ്മുടെ കഴിവ് തിരിച്ചറിഞ്ഞ് ഈ സമൂഹത്തിന്റെ നേരവകാശികളാണ് എന്ന് ബോധ്യപ്പെട്ട്
രാഷ്ട്രീയത്തിനകത്ത്, സാംസ്കാരിക പ്രവർത്തനത്തിനകത്ത് എല്ലായിടത്തും ഇടപെട്ടുകൊണ്ട് ഈ കുടുംബത്തിൽ വെച്ചുണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രം തളയ്ക്കപ്പെടാതെ, കുടുംബത്തിൽ സമരം ചെയ്യേണ്ടി വരും കേട്ടോ, എന്നല്ലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ഒരു സമരം ചെയ്തിട്ട് തന്നെയാണ്. പക്ഷെ ആ സമരം വിജയിക്കും, തീർച്ചയായിട്ടും വിജയിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയും. പെട്ടെന്ന് നിങ്ങൾ പൊക്കോട്ടോ, കുടുംബശ്രീയുടെ സരസമേളയാണോ, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ ആരും വിടില്ല. എനിക്ക് പോകണം. മണിച്ചിത്രത്താഴിൽ പ്രതികരിക്കുന്നില്ലേ അല്ലേ? ആ, ഗംഗയ്ക്ക് പോകണം അല്ലേ, ഗംഗ ഇപ്പൊ പോണ്ട എന്ന് പറഞ്ഞാൽ എന്താ പോയാൽ എന്ന് എല്ലാ അർത്ഥത്തിലും ചോദിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഈ അയൽക്കൂട്ടം കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിൽ പ്രത്യേകിച്ച് ലോകത്തിന് തന്നെ മാതൃകയായി ഈ സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. കേവലം ലിങ്കേജ് വായ്പയിൽ നിങ്ങൾ ലിങ്ക് ചെയ്ത് കിടക്കരുത്, മറിച്ച് ഒട്ടനവധി പ്രവർത്തനങ്ങളാണ്, ഒട്ടനവധി ലക്ഷ്യങ്ങളാണ് സ്ത്രീകളെ സംബന്ധിച്ച് ആ പ്രസ്ഥാനം ഭാവന ചെയ്തിട്ടുള്ളത്. അത്തരം ഭാവനയ്ക്കനുസരിച്ച് ഈ താങ്ങുകളാണ്. അസമത്വപൂർണമായ സമൂഹത്തിൽ നമുക്ക് തരുന്ന നീതി എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഈ നീതി ഒരു മണിക്കൂർ പ്രസംഗിച്ചുണ്ടാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾക്ക് തന്നിട്ടുള്ള ടൂൾ, ഈ മരത്തിന്റെ വളവ് മാറ്റാനുള്ള, ഈ സമൂഹമാണ് കേട്ടോ ഈ മരം, ഈ മരത്തിന്റെ വളവ് നിവർത്താനുള്ള ടൂളാണ് സ്ത്രീകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഈ കുടുംബശ്രീ പ്രസ്ഥാനം. അതിൽ ശക്തരായി നിങ്ങൾക്ക് മുന്നേറാൻ കഴിയട്ടെ. അതിന്റെ ശാക്തീകരണം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇനിയും അവിടെ നിന്ന് നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ നമ്മൾ കയറി ചെന്ന് നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട് ഉള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ കൂടി കെൽപ്പുള്ള സ്ത്രീകളാക്കി തീർക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ ചിന്തയ്ക്ക് കൂടി കാതോർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.